ഹലോ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ കാപ്പിക്ക് ഗോതമ്പ് ദോശയാണ്. ഇതന്നെ ഇത്ര വലിയ സാധനമാണ് ഈ ഗോതമ്പ് ദോശയെന്ന് തോന്നും. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഞാൻ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരു ലേശം കായപ്പൊടി, പിന്നെ നന്നായിട്ട് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, ചെറുതായിട്ടരിഞ്ഞ കരിവേപ്പില, ഇതും കൂടെ ആഡ് ചെയ്യുവേ. അതാകുമ്പോഴത്തേനും ഉണ്ടല്ലോ ഈ ഗോതമ്പ് ദോശയ്ക്ക് ഒരു മണവും രുചിയൊക്കെ വരും. ഞാനിതൊന്ന് കുഴച്ചിട്ട് കാണിക്കാവേ. അപ്പം നമ്മുടെ മാവ് ഈ രീതിയിൽ തയ്യാറായേ, കണ്ടോ? ഇങ്ങനെ ഇതിനകത്ത് പച്ചമുളക്, ഉള്ളി, കരിവേപ്പില, കുറച്ച് കായപ്പൊടി, ഇഞ്ചിയുടെ ചുവ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കുക. ഇവിടെ മോനൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ടാണേ. പിന്നെ ഇതിന് ചമ്മന്തിയായിട്ട് ഞാൻ അരയ്ക്കുന്നത് നമ്മുടെ തേങ്ങ, നിലക്കടല വറുത്തത്, അത് കടയിൽ നിന്ന് അങ്ങനെ തന്നെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഒരു 1.5 പച്ചമുളക്, 2 ഉള്ളി, ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ അരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചമ്മന്തി. ഞാൻ എന്നാണെന്നറിയാം ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് നിർത്തിയിട്ട് പറയുന്നത്. എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ലേ. അപ്പം ഞാനിങ്ങനെ പോസ് ചെയ്താണ് ഇതിടുന്നതേ. അപ്പം നിങ്ങളെല്ലാവരും ഞാനിത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം, എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. പറ്റുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. നമുക്ക് കടുക് വറുത്ത് ചമ്മന്തി അരിച്ചു കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ. ഇതുപോലെ അധികം വെള്ളമായിട്ടുള്ള ഒരു ലൂസ് കൺസിസ്റ്റൻസി അല്ലേ, കുറച്ച് തിക്കായിട്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ കടുക് ഇടുക. പിന്നെ അല്പം കരിവേപ്പിലയും ഉള്ളിയും. ഇതിനകത്ത് ഞാനൊരു ശകലം കായപ്പൊടി ചേർക്കുവേ. അത് ഈ ചമ്മന്തിക്ക് നല്ലൊരു മണം കൊടുക്കും, ഈ ദോശയുടെ ചമ്മന്തിക്ക്. നമ്മൾ ദോശ മറച്ചിട്ടു.